ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു പിലുമ്പി അച്ചാറിട്ടാലോ? പിലുമ്പി കണ്ടപ്പോൾ എനിക്ക് അച്ചാറുണ്ടാക്കാനുള്ളൊരു ത്വരയാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞാൻ എന്താ കുറച്ച് പിലുമ്പിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കേട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും പറിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് മാത്രമേ ഇതിന് പറിച്ചിട്ടുള്ളൂ. ഇത് ഉപ്പിലിട്ട് കഴിക്കാൻ അടിപൊളിയാണ്, മാത്രമല്ല മീൻ കറിയിലിടുമ്പോഴും നല്ലതാണ്. വീട്ടിലിങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കത് പറിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലില്ലേ, അതൊന്ന് വേറെയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പിലുമ്പി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ബിലോ. അങ്ങനെ ഞാൻ എന്താ കുറച്ച് എള്ളെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അത്യാവശ്യം കടുകും കൂടെ ആഡ് ചെയ്യാം. വീട്ടിലുണ്ടായ കറിവേപ്പില ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നന്നായി ബ്രൗൺ ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. കാന്താരി ഉണ്ടെങ്കിൽ നന്നായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ കാന്താരി ഇല്ല. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു പിലുമ്പി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മളിതിലേക്ക് ആ പിലുമ്പി ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓൾറെഡി ഞാനിതിൽ കായപ്പൊടിയും ഉലുവാപ്പൊടിയും അച്ചാർ കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റുക. ഇത് വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതിനെ പുളിഞ്ചിക്ക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലേക്ക് ഞാനിത് അച്ചാർ കൂട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറുകളാണ് കേട്ടോ.